പശ്ചിമേഷ്യൻ യുദ്ധവും ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധികളും വകവയ്ക്കാതെ 3 ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ ഹോർമോസ് പാത കടന്നിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളാണ് ഈ വിവരം ഇപ്പോൾ എക്സിലൂടെ പങ്കുവച്ചത്. 94 അംഗങ്ങളുള്ള 8.6 ലക്ഷം ദശലക്ഷം ടണ്ണിലധികം ചരക്കുകൾ വഹിച്ചു കൊണ്ടുപോയ 3 ഇന്ത്യൻ ടാങ്കറുകളാണ് വിജയകരമായി ഹോർമോസ് കടലിടുക്ക് വഴി കടന്നുപോയത്. യുഎസും ഇറാനും തമ്മിലുള്ള താത്കാലിക വെടിനിർത്തൽ കരാറിനെ തുടർന്ന് മേഖലയിൽ ഷിപ്പിംഗ് പുനരാരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർണായകമായ നീക്കം ഉണ്ടായിരിക്കുന്നത്. കപ്പലുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയും ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച കപ്പൽ പാതയുമായ ഹോർമോസ് കടലിടുക്കിൽ ഇന്ത്യയുടെ വൻ നയതന്ത്ര വിജയമായാണ് ഇതിനെ കാണുന്നത്. വിദേശകാര്യ മന്ത്രാലയവും വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും സംയുക്തമായി നടത്തിയ നയതന്ത്ര നീക്കങ്ങളിലൂടെയാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും സുരക്ഷിത പാത ഉറപ്പാക്കിയത്. ഇറാൻ ഈ പാത വീണ്ടും അടയ്ക്കാൻ സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളാണ് ഇന്ത്യൻ കപ്പലുകൾ ഈ തന്ത്രപ്രധാന മേഖല കടന്നതെന്നത് ഈ ദൗത്യത്തിന്റെ വലിയ വിജയമായി കണക്കാക്കപ്പെടുകയാണ്. ദേശ് വൈഭവ്, ദേശ് വിഭോർ, അതോടൊപ്പം തന്നെ സൻമാർ ഹൊറാൾഡ് എന്നീ 3 ക്രൂഡ് ഓയിൽ ടാങ്കറുകളാണ് ജൂൺ 24-നും ജൂലൈ 1-നും ഇടയിൽ ഇന്ത്യയിൽ എത്തും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ജലഗതാഗത മന്ത്രി സോനോവാൾ എക്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. ദേശ് വൈഭവ് ജൂൺ 24-ന് വാഡിനാർ തുറമുഖത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദേശ് വിഭോർ അതേ ദിവസം തന്നെ സിക്ക തുറമുഖത്ത് എത്താനുള്ള സാധ്യതയുമുണ്ട്. ശനിയാഴ്ച ഹോർമോസ് കടലിടുക്ക് കടക്കുന്ന 3ാമത്തെ ഇന്ത്യൻ പതാകയുള്ള എണ്ണ ടാങ്കറായ സൻമാർ ഹൊറാൾഡ് ജൂലൈ 1-ന് പാരാദ്വീപിൽ എത്തും. നരേന്ദ്രമോദിയുടെ നിർണായകമായ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് ഇന്ത്യ ഏറ്റവും ഉയർത്തുന്ന മുൻഗണന നൽകി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ നാവികരുടെയും ലൈഫ് ലൈനുകളുടെയും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഞങ്ങളുടെ മന്ത്രാലയം പ്രസക്തമായ ഏജൻസികളുമായി സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചത്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 50%, LNG ഇറക്കുമതിയുടെ 54% ഈ കടലിലൂടെയാണ് പോകുന്നത്. US ഉപരോധത്തെ തുടർന്ന് ഇന്ത്യ കപ്പലുകളടക്കം മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് യുഎസും ഇറാനും തമ്മിൽ സമാധാന ധാരണകളിൽ എത്തുകയും സൈനിക ഉപരോധം നീക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കപ്പെട്ടത്. ഇറാനും യുഎസും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചതോടെ പ്രതിസന്ധിക്ക് അഴിവ് വന്നിട്ടുണ്ടെങ്കിലും ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോഴും ഉയർന്ന ജാഗ്രതയാണ് പുലർത്തുന്നത്. കപ്പൽ ഗതാഗതം പൂർണ്ണമായി പഴയതുപോലെ സാധാരണ നിലയിലാക്കാൻ ആഴ്ചകളോ അതിൽ കൂടുതലോ സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇന്ത്യയുടെ 3 എണ്ണക്കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് വഴി കടന്നത് ഇപ്പോൾ ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആ കരാറുകൾ യുഎസും ഇറാനും തമ്മിൽ ഒപ്പിട്ട കരാറിൽ ലംഘനം നടന്നുവെന്ന് ഇറാൻ പറയുന്നു. ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടയ്ക്കാനായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ സൈന്യത്തിന്റെ പൂർണ്ണ അനുമതിയോടുകൂടി സുരക്ഷിതമായി തന്നെ 3 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോൾ ഇന്ത്യയിലെ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.